ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ കൺഫ്യൂസ് അടിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ചിഞ്ചു ഈ റൂം ടൂറിനെ കുറിച്ചുള്ള ഐഡിയ എനിക്ക് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റൂം പരിചയപ്പെടാം. കയറി വരുമ്പോൾ തന്നെ എൻ്റെ ബാത്റൂമിലെ സ്വിച്ച് ബോർഡിൽ ഞാൻ ആദ്യമായി ചെയ്ത വാൾ പെയിൻറ്റിങ് കാണാൻ പറ്റും. അതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാം. എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ ഭാഷ വന്ന് നിങ്ങളെ ബോറടിപ്പിക്കാതെ മാക്സിമം ട്രൈ ചെയ്യും. ഇതാണ് എൻ്റെ ബാത്റൂം. അത്ര വലിയ ബാത്റൂമൊന്നുമല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ബാത്റൂമിലെ ചവിട്ടി. പിന്നെ ഇതാ എൻ്റെ ബെഡിൻ്റെ സൈഡിലേക്ക് വന്നാൽ എൻ്റെ സ്വിച്ച് മേൽ വീണ്ടും ഒരു അലങ്കോലമായ വാൾ പെയിൻറ്റിങ് നിങ്ങൾക്ക് കാണാം. വാൾ പെയിൻറ്റിൻ്റെ തൊട്ട് സൈഡിൽ എൻ്റെ ചാർജറുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത് പെയിൻറ്റ് യൂസ് ചെയ്ത് കളഞ്ഞിരുന്നു. അതാണ് കണ്ടത് നിങ്ങൾ. പിന്നെ അവിടെ നിന്ന് നേരെ വന്നാൽ എൻ്റെ ബെഡ് കാണാം. മനോഹരമായ ബെഡ്. ഒരു 10-13 വർഷം പഴക്കമുള്ള കട്ടിലാണ്. ഇതിപ്പോൾ മാറ്റണം. ഇതാണ് എൻ്റെ മോട്ടുവിന് ചെറിയൊരു പരിക്കുണ്ട്. മോട്ടു. പിന്നെ എൻ്റെ പുതപ്പാണ്. എനിക്ക് ഒരു 3-4 പുതപ്പൊക്കെ ഉണ്ട്. മഴക്കാലമായതുകൊണ്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ എൻ്റെ ഹെഡ്സെറ്റ്, എൻ്റെ ചാർജർ, ഒഴിച്ചുകൂടാനാവാത്ത ചാർജർ, ഹെഡ്സെറ്റ്. പിന്നെ ഇതാണ് എൻ്റെ ഫാന്. ഫാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു വലിയ കഥയുണ്ട്. ഈ ഫാനിൻ്റെ മേലെ ഒരു പക്ഷി എല്ലാ വർഷവും വന്ന് കൂട് കൂട്ടുമായിരുന്നു. ഇപ്പം അത് പോയി. അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ പക്ഷി. അതെന്നെ ഉപദ്രവിക്കാതെ പോയിക്കോളും. പിന്നെ നമ്മൾ ഇങ്ങനെ വരുന്ന ഇതാണ് എൻ്റെ ജനൽ. ഈ ജനൽ തുറന്നാൽ വളരെ വൃത്തികെട്ട കാഴ്ചയായിരിക്കും. അതുകൊണ്ട് ഞാനത് തുറക്കുന്നില്ല. പിന്നെ ഇങ്ങനെ വന്നാൽ എൻ്റെ ടേബിളിൽ നിറയെ ഞാൻ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ മയിൽപ്പീലിയാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊണ്ട് വെച്ചതാണ്. ബസ്സിൽ നിന്ന് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു, മയിൽപ്പീലിയും പിടിച്ച് വരുന്ന കണ്ടിട്ട്. പിന്നെ ഇങ്ങനെ വന്നാൽ അതിൻ്റെ പശയാണ്. വളരെ അത്യാവശ്യമായ സാധനമാണ്. ഏതൊരു ക്രിയേറ്റർക്കും അത്യാവശ്യമായ സാധനമാണ്. പിന്നെ ഇതാണ് എൻ്റെ ബോട്ടിൽ കളക്ഷൻസ്. ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല വിശദമായി പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇതെൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഇതൊക്കെ വൂളൻ നൂല് യൂസ് ചെയ്ത് നിർമ്മിച്ചതെല്ലാം ഞാൻ ഈ ഒരു ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ ബ്രദറാണ്. ഇതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു മോഡലാണ്. വൂളൻ നൂല് യൂസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ബോട്ടിൽ വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ബീഡ്സ് വർക്കാണ്, മിററൊക്കെ വെച്ചിട്ടുള്ളത്. അതിന് തൊട്ട് പുറകിൽ എൻ്റെ എല്ലാ സാമഗ്രികളും നിറച്ച് വെച്ചൊരു എന്താ പറയുക, ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ തന്നെ ബ്രഷ്, അതൊക്കെയാണ്. ഇത് വേറൊരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അതിൻ്റെ മേലെ അരിയാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാമഗ്രി നിറച്ച് വെച്ച ബോക്സ്. പിന്നെ ഇതെൻ്റെ മഞ്ചിഷ്ടപ്പൊടി വെളുക്കാൻ നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാനൊരു വെഡ്ഡിങ് കാർഡ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ പേരുണ്ട്. ഇപ്പോൾ കാണിച്ചിട്ട് ഇതന്നെ. അയ്യോ, എൻ്റെ ഫോട്ടോ വീണില്ല. ഇതെൻ്റെ സിസ്റ്ററാണ്. ഞാൻ കണ്ണാടി കഷ്ണം വെച്ച് ഉണ്ടാക്കിയ ഫ്രെയിമാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇതെൻ്റെ വേറൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ടേബിളിൽ മുഴുവൻ ഞാൻ പെയിൻറ്റ് ചെയ്തതും പിന്നെ ക്ലേ വെച്ച് നിർമ്മിച്ചതുമായ ബോട്ടിൽസാണ്. കോളേജ് വിട്ട് വരുമ്പോൾ ഞാൻ കുപ്പി വെറുക്കാൻ പോകും. അങ്ങനെ കിട്ടിയ കുപ്പിയാണിത്. ഇത് വേറൊരു ബോട്ടിലാട്ട്. പിന്നെ ഇതെൻ്റെ പഴയ ഷാളും പിന്നെ തുണിയും വേസ്റ്റൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു ഫ്ലവർ വേസാണ്. ഇത് വേസ്റ്റ് തുണി കൊണ്ട് ഉണ്ടാക്കിയ പൂവാണ്. ഇത് ക്ലേ വെച്ചുണ്ടാക്കിയ ബോട്ടിലാണ്. ഗോൾഡൻ വർക്ക് ഗ്രീനിൽ. ഇതും വേറൊരു ക്ലേ വർക്കാണ്. ഇത് പെയിൻറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ വയലിൻ. ഇതെനിക്ക് ആദ്യമായി കിട്ടിയ ട്രോഫിയാണ്. പിന്നെ ഇത് കാർഡ്ബോർഡ് പെട്ടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്രെയിമാണ്. ഓക്കെ, ഫോട്ടോ എല്ലാവരും കണ്ടല്ലോ. ഇത് ഞാൻ ചെയ്ത മറ്റൊരു വയലിനല്ല, ഗിറ്റാറാണ് വാൾ പെയിൻറ്റിങ്. ഇത് ബട്ടർഫ്ലൈസ്. ഇതൊക്കെ നല്ല റിസ്ക് ഉണ്ട് വരയ്ക്കാൻ, കാണുമ്പോൾ എത്ര സിമ്പിളാണെങ്കിലും. പിന്നെ ഇത് ഞാൻ ചെയ്ത മറ്റൊരു ഫ്രെയിമാണ്. ഇതൊക്കെ ഫാബ്രിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്ത് ഞാൻ
സാധാരണ കടലാസിലായിരിക്കുമ്പോൾ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യില്ല, ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു സ്റ്റാൻഡാണ്, എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. എന്താ ഐസ്ക്രീം ബോള്, പിന്നെ പശയുടെ കുപ്പി എന്നല്ല പറയാം, ഇടയ്ക്ക് കണ്ണൂർ ഭാഷ കയറി വന്നിട്ട് അലമ്പാകുന്നുണ്ടെന്നറിയാം. പിന്നെ ഇത് മിനിയൻസ് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. പിന്നെ ഇത് എൻ്റെ അമ്മമ്മേൻ്റെ മറ്റേ ഹോമിയോ ഗുളികയുടെ മറ്റേ പാട്ടയില്ലേ, അതിനൊക്കെ ഉണ്ടാക്കിയതാണ്. ഇത് ഗ്ലാസ് നമ്മളെ ഗ്ലാസ് പൊട്ടിപ്പോയപ്പോൾ ഞാനത് യൂസ് ചെയ്തതാണ്. ഇത് എൻ്റെ അത്തർ കളക്ഷനാണ്. അത്തർ കുപ്പി തീർന്നപ്പോൾ ഞാനതിനെ അങ്ങ് സ്മൈലീസാക്കി. അടിയിൽ മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ്. ഇതൊരു കിളിയാണ് വൂളൻ നൂൽ യൂസ് ചെയ്തിട്ട്. പിന്നെ ഇത് മരുന്ന് കുപ്പി തന്നെയായിരുന്നു. വൂളൻ നൂലും പശയുടെ മൂടിയും ആണ് അതിൻ്റെ കൊക്കായി വെച്ച് കൊടുക്കുന്നത്. അത് ജൂട്ടാണ് അതിൻ്റെ മേലെ ചുറ്റിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ്, ട്രോഫീസ്. ഇത് ഞാൻ കൊച്ചായപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോ ആണ്. ഇതൊക്കെ ടിഷ്യൂ ഒക്കെ വെച്ചുണ്ടാക്കിയ പൂവാണ്. ഇതിൻ്റെ ബേക്കിൽ ബൾബ് കൊണ്ടുണ്ടാക്കിയ, അവിടെയൊക്കെ പൊടിയാണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ബൾബും വൂളൻ നൂലും യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു ക്രാഫ്റ്റാണ്. പിന്നെ ഇത് ഞാൻ വേറൊരു വർക്ക് ഫാബ്രിക് യൂസ് ചെയ്തതാണ്. ഇത് ക്ലേ യൂസ് ചെയ്താക്കിയതാണ്. ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണിച്ചു തന്നായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഫ്രെയിമാണ്, ഫാബ്രിക് യൂസ് ചെയ്ത് വരച്ചത് തന്നെയാണ്. പിന്നെ എൻ്റെ മയിൽ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് വർക്ക്. എൻ്റെ റൂമിൻ്റെ സെൻട്രൽ പോർഷനിൽ വരുന്നതാണിത്. ഭയങ്കര അട്രാക്റ്റീവാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ. ഇതെൻ്റെ അൾമര. പിന്നെ മേലെ എൻ്റെ സാധനങ്ങൾക്ക് ഞാൻ തിങ്ങി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത്ര തന്നെയേ ഉള്ളൂ എൻ്റെ റൂം. താങ്ക് യു ഫോർ വാച്ചിങ്.